തുളസിയമ്മയുടെ ബീറ്റ്റൂട്ട് തൈര് കറി പരിചയപ്പെട്ടാലോ? 2 ബീറ്റ്റൂട്ട് എടുത്ത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക. ചട്ടി വെച്ച് അരിഞ്ഞു വെച്ച ബീറ്റ്റൂട്ട് അതിലേക്കിട്ട് വെള്ളവും ഒഴിച്ച് ഉപ്പും പച്ചമുളകുമിട്ട് വേവിക്കുക. അരമുറി തേങ്ങയിലേക്ക് കുറച്ച് ജീരകം, ഒരല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവയിട്ട് നന്നായി അരച്ചെടുക്കുക. താളിക്കാനായി ഉണക്കമുളക്, പച്ചമുളക്, വേപ്പില എന്നിവ എടുത്തു വയ്ക്കുക. ആവശ്യമായ തൈരും എടുത്തു വയ്ക്കുക. ബീറ്റ്റൂട്ട് നന്നായി വേവുമ്പോൾ അരച്ചു വെച്ച അരപ്പിട്ട് കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് തൈര് ഒഴിക്കുക. നന്നായി കൂട്ടി യോജിപ്പിക്കുക. ഒരു തിള തിളക്കുമ്പോൾ തീ ഓഫ് ചെയ്യുക. വേറൊരു ചട്ടി വെച്ച് വെളിച്ചെണ്ണയൊഴിച്ച് കടുകിട്ട് ഉണക്കമുളകും കറിവേപ്പിലയുമിട്ട് മൂക്കുമ്പോൾ കറിയിലേക്ക് എടുത്ത് ഒഴിക്കുക. ബീറ്റ്റൂട്ട് തൈര് കറി റെഡി. ഹായ് കൂട്ടുകാരെ, ഇന്ന് തുളസിയമ്മയുണ്ടാക്കിയ ബീറ്റ്റൂട്ട് തൈര് കറി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ബ്ലഡ് കുറവുണ്ടെന്ന് പറയുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരാഹാരമാണ് ബീറ്റ്റൂട്ട്. ഞാനിന്ന് ചെറിയൊരു ചിന്ത കൂടി നിങ്ങളിലേക്ക് പകർന്നു തരാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കാൻ പോയപ്പോൾ എനിക്കുണ്ടായ ഒരു തടസ്സം, എനിക്ക് വീഡിയോ എടുക്കാനോ അത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് യൂട്യൂബിലിട്ടിടാനോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ തുളസിയമ്മയുടെ പാചകങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കണമെന്നുള്ള എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ടാവുകയും ചെയ്തു. അപ്പോൾ എൻ്റെ മക്കളുടെ ഹെൽപ്പോടു കൂടിയാണ് ഞാൻ 2 വീഡിയോ ചെയ്ത് ഇട്ടത്. പക്ഷേ ഈ പറഞ്ഞ പോലെ എപ്പോഴും നമുക്കത് ചെയ്തു തരാനായിട്ട് അവർക്ക് പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അമ്മ ഈ പരിപാടി നിർത്തുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളുടെ ചെറിയ സ്വപ്നങ്ങൾ, നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് പലർക്കും പരിധികൾ നിശ്ചയിക്കാൻ കഴിയും. ആ അറിവില്ലായ്മ എന്താണെന്ന് മനസ്സിലാക്കി അത് പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും നമ്മളുടെ സ്വപ്നങ്ങളെ തടയാൻ കഴിയില്ല. ഇത് ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ 2 ദിവസത്തിനുള്ളിൽ എല്ലാം പഠിക്കുകയും എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെയാണ് ഓരോ കാര്യവും. മറ്റുള്ളവർക്ക് പരിധി നിശ്ചയിക്കാൻ നമ്മൾ നിന്നു കൊടുക്കരുത്. എന്താണോ നമ്മളുടെ കുറവ് അത് പതുക്കെ നികത്തിക്കൊണ്ടുവരിക. പഠിക്കേണ്ട കാര്യമാണെങ്കിൽ പഠിക്കുക.